ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 60-ൽ പരം എപ്പിസോഡുകളിൽ കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം നൽകുകയുണ്ടായി. നമ്മുടെ പ്രേക്ഷകർ എത്രത്തോളം തിരുവചനത്തെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈടുറ്റ ചോദ്യങ്ങൾ. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാനായി മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. വാക്യം ഇപ്രകാരം പറയുന്നു: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന തന്റെ ധനം എന്ന് പറയുന്നത് ആരുടെ ധനമാണ്? ദൈവത്തിൻ്റെതോ അതോ നമ്മുടേതോ? Yes, that's a simple question. It has a one-word answer. ദൈവത്തിന്റെ ധനം. My God shall supply all your needs according to His riches in glory in Christ Jesus. This, unfortunately, is one of the most misunderstood verses in the Bible. ഒരുപാട് മിസ്അണ്ടർസ്റ്റുഡ് ആയ വാക്യങ്ങൾ ഒരെണ്ണമാണിത്. കാരണം my God shall supply all your needs according to his riches in glory in Christ Jesus. എന്നിട്ട് അതിൻ്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ I can do all things possible through Christ Jesus. I can do all things possible through Christ Jesus എന്നുള്ള ആ കോണ്ടെക്സ്റ്റിൽ വരുന്നത്. ആ ഭാഗം വരുമ്പം ലാർജ്ലി മിസ്അണ്ടർസ്റ്റുഡ് ആണ്. എന്ന് പറയുമ്പം I can do all things possible through Christ Jesus. All things possible. പെട്ടെന്ന് all things are possible പാട്ട് വായിക്കുന്നു. മലയാളം: അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പാട്ടി കാച്ചി കഴിഞ്ഞു. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ടെക്സ്റ്റിനെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി മനസ്സിലാക്കുന്ന അപകടകരമായ ഒരു കാര്യം ഇവിടെ ഉണ്ട്. Paul doesn't mean that he can do everything possible because Christ Jesus strengthens him for that. No. അങ്ങനല്ല പൗലോസ് ഉദ്ദേശിച്ചത്. No, അങ്ങനല്ല ഉദ്ദേശിച്ചത്. There are still so many things that Paul cannot do. There are ever so many things that Paul cannot do. Yes. There is a specific context there. A specific context. 1 എഴുത്തുകാരൻ, 2 വായനക്കാര്, 3 റീസൺ. ഇത്രയും കാര്യം നമുക്ക് നോക്കണം. എഴുത്തുകാരൻ പൗലോസാണ്, വായനക്കാര് ഫിലിപ്പിയിലെ സഭയാണ്. Of all the churches Paul had established, the Philippian church was so close to him. So close to him. He was there in Philippi only for 3 months. നമ്മളത് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ 3 ആഴ്ച ഉണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ നമ്മളത് ആ ഹിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായ ഗ്രേറ്റ് റൈറ്റർ ഉണ്ട്. ആരാ? നമ്മുടെ ജസ്റ്റ് ഫോർഗോട്ട് ഹിസ് നെയിം. മിച്ചൽ റാംസെ, വില്യം മിച്ചൽ റാംസെ. വില്യം മിച്ചൽ റാംസെ പോൾ ദ ട്രാവലർ ആൻഡ് റോമൻ സിറ്റിസൺ എന്ന പുസ്തകത്തിൽ ആണ്. ഇത് റിസർച്ച് പുസ്തകം. അതിനകത്ത് വീഴുമ്പോൾ 3 മാസമാണ് പൗലോസ് ഫിലിപ്പിയത്തുണ്ടായിരുന്നത്, നോട്ട് 3 വീക്സ്. അപ്പോൾ അവിടെ നിന്ന് പോരെന്ന് പറഞ്ഞാൽ അവര് നല്ലൊരു സ്വോത്രാഴ്ച കൊടുത്താൽ പറഞ്ഞു വിട്ടത്.
And still their heart was after him. Okay. They went on doing that all the time. ഉം. നല്ലൊരു സ്വത്തരാഴ്ച എടുത്തിട്ട് ഒരു ചെറിയ സഭ. They were the smallest church in church history. Okay. ഏറ്റവും ചെറിയ കുറച്ച് മെമ്പേഴ്സ് സഭയാണ്. ഫിലിപ്പേഴ്സ്. മിഷൻ ചർച്ചാണ്. നല്ലപോലെ ഒരു പൗലോസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഉം. ഉം. And now he is in Rome in a house arrest. ഉം. പൗലോസ് റോമിൽ ഹൗസ് അറസ്റ്റിലാകുമ്പോൾ he had quite a lot of resources in his hand. ഉം. But he was the sort of person who knew how to manage finance properly. ഉം. How to manage പറയാണ്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ എനിക്കറിയാം. ഉം. താഴ്ചയിലിരിപ്പാണ്. ബുദ്ധിമുട്ടിലിരിക്കാൻ എനിക്കറിയാം. ദാരിദ്ര്യത്തിൽ ഇരിക്കാൻ എനിക്കറിയാം. ഇതെല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. So all these things I can do possible. ഉം. ഏത് കാര്യങ്ങൾ? ബുദ്ധിമുട്ടിലിരിക്കാൻ സാധിക്കും. താഴ്ചയിലിരിപ്പാണ്. ദാരിദ്ര്യത്തിലിരിക്കാൻ എനിക്ക് സാധിക്കും. സമൃദ്ധിയിലിരിക്കാൻ എനിക്ക് സാധിക്കും. ഇതെല്ലാം എനിക്ക് സാധിക്കും. ഉം. എങ്ങനെ? Through Christ Jesus that strengtheneth me. ഉം. Through Christ Jesus that strengthens me. അപ്പം എക്സാക്ട് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇവർ പൈസ അയച്ചു കൊടുത്തു. ഉം. അപ്പോൾ റിപ്ലൈ കൊടുക്കുക, നിങ്ങളിപ്പോൾ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഉം. Nevertheless, I have received it. ഉം. I have received it. ഉം. God may reward you according to His riches in glory in Christ Jesus. നമ്മൾ അങ്ങോട്ട് വരാൻ പോണേ. ഇവിടെ സ്പെസിഫിക് മീനിങ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. Okay. ആ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. With a little money, I can meet all my needs. ഉം. With a lot of money, I can still manage things. ഉം. Whether with little money or more money, I have learned how to manage things possible. So, precisely, അത് ഫൈനാൻസ് മാനേജ്മെന്റ് ആണ്. പണം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് എന്തെല്ലാം സാധിക്കും? എനിക്ക് ദാരിദ്ര്യത്തിലിരിക്കാൻ സാധിക്കും, എനിക്ക് ബുദ്ധിമുട്ടിലിരിക്കാൻ സാധിക്കും, എനിക്ക് സമ്പന്നതയിലിരിക്കാൻ സാധിക്കും. ഉം. ഇതെല്ലാം എനിക്ക് സാധിക്കും. ത്രൂ ക്രൈസ്റ്റ് ജീസസ് ദാറ്റ് സ്ട്രെങ്തൻeth me. അപ്പം അത് നമുക്കെന്താ പറയാം, റെസ്ട്രിക്റ്റഡ് ആണ്. ഉം. ദീസ് ആർ ദ തിങ്സ് ഐ ക്യാൻ ഡു എന്നാണ്. നമ്മൾ ഈ സാധാരണ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പിന്നെ നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ഇതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കും, സകലവും ലഭിക്കും. കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. ഉം. കർത്താവ് ഒരു ചെറിയ ലിസ്റ്റ് ഇട്ടു. ഉം. എന്ത് കഴിക്കുമെന്ന് ജീവനായിട്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരം. ഇതൊക്കെ അന്വേഷിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം. You go and see His kingdom and His glory first, and all these will be added unto you. Jesus did not say all things will be added unto you എന്ന് പറഞ്ഞില്ല. സകലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുക. ഇവിടെ I can do all things possible. ആ all things എന്ന് പറയുന്നതിന് മുമ്പിൽ ചില കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തെടുത്തു. ഇനി because you are, that's the first part of the explanation. The second part is, because you have helped me, my God shall supply your needs according to His riches in glory in Christ Jesus. That means the earth and the fullness of it belongs to the Lord. ഭൂമിയുടെ പൂർണ്ണതയും. So it is according to that richness of God that God is going to sort out your issues, supply your needs. God will be supplying your needs not according to how much you need, but according to His riches. It's precise, it's exclusively His riches. You got nothing to do with it. അത് ദൈവ
ദൈവത്തിന്റെ ധനമാണ്, ഉം. അല്ല നമ്മുടെ പൈസ അല്ല, അതെ. നമ്മുടെ ധനമല്ല. അത് വളരെ ക്ലിയർ ആണ്. ദാറ്റ്സ് ഓൾ ദി ആൻസർ, മാം. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. വേദപുസ്തകം വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. It's very, very important. Very, very important. Okay. താങ്ക് യു വെരി മച്ച് സർ. Thank you. അടുത്ത ചോദ്യം ഇംഗ്ലീഷിലാണ് ചോദിച്ചേക്കുന്നത്. ഇൻ വൺ ഓഫ് ദ ക്വസ്റ്റൻ ആൻസർ സെഷൻസ് ഇറ്റ് വാസ് സെഡ് ദാറ്റ് അപ്പോസ്റ്റൽസ് ഡോണ്ട് ഹാവ് ദി അതോറിറ്റി ടു ഗെറ്റ് മണി ഫ്രം അതേഴ്സ്. Mm. But in 1 Corinthians chapter 9 verse 11 and 12 it is said that they have the right to get money from believers. Please clarify. Okay. കഴിഞ്ഞ Yes, please clarify. ക്വസ്റ്റൻ ആൻസർ സെഷനിൽ കഴിഞ്ഞ ഒരു ക്വസ്റ്റൻ അപ്പോസ്റ്റൽമാര് മുത്തൂറ്റ് ജോർജിന്റെ പണിയല്ല അവർക്ക്. ഏതാ? മനുഷ്യന്മാരുടെ പൈസ അടിച്ചു മാറ്റുക. എന്തെങ്കിലും ഒരു ഉടായി പൊപ്പിച്ച് മനുഷ്യന്മാരുടെ പൈസ അടിച്ചു മാറ്റുക. ഇത് മുത്തൂറ്റ് ജോർജിന് കൊടുത്ത പണിയാണ്. ആർക്കുള്ളതല്ല? അപ്പോസ്റ്റൽമാർക്കുള്ളതല്ല. There is no doubt about it. Because Jesus said, my kingdom doesn't belong to this world. എന്റെ രാജ്യം രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമല്ല. ക്ലിയർ. കർത്താവ് ഒരു പണപ്പിരിവ് നടത്തിയില്ല. ഒരിടത്തും പണപ്പിരിവ് നടത്തിയില്ല. 2, കർത്താവ് പൈസ കൊടുത്തുമില്ല. Neither did he collect it, nor did he give. ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്നാൽ ഓരോ കഴുതകളോട് പിടിച്ച് 12 കഴുതകളെയും കൂടെ ഒരു കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? കൊടുത്തില്ല. കാരണം കിങ്ഡം ഓഫ് ഗോഡ് ഫൈനാൻസിൽ ബിൽഡ് ചെയ്യേണ്ടതല്ല. സിമ്പിൾ ആസ് ദാറ്റ്. At the same time, there are needs in the work of the kingdom of God. ഭയങ്കര ബുദ്ധിമുട്ട് ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്. Kingdom of God is not built on finance, but the needs in the kingdom building have to be met with. ഒരാളെ നമ്മൾ അയക്കുകയാണ് അവരുടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി. കിങ്ഡം ബിൽഡിംഗ് പറഞ്ഞാൽ അയക്കുക. ആരും അയച്ചില്ലെങ്കിൽ എങ്ങനെ പോകും? ആരും പോയില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? ആരും പ്രസംഗിച്ചില്ല എങ്ങനെ കേൾക്കും? ആരും കേട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെടും. അയക്കണം. അപ്പോസ്തലന്മാരെ അയക്കുന്ന എപ്പോഴും റിസോഴ്സോടുകൂടി അയക്കുന്നത്. നമ്മുടെ ഈ മിഷനറി എന്ന വേർഡ്, മിഷനറി, ക്രിസ്ത്യൻ മിഷനറി എന്ന വേർഡ്, അതിൻ്റെ വേർഡ് എറ്റിമോളജി നോക്കിയാൽ ആ സെയിം എറ്റിമോളജിയിൽ നിന്നാണ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന വേർഡ് ഉണ്ടായത്. ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ത് ചെയ്യാണ്? അതിനെ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റിൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് വരെയുള്ള മുഴുവൻ പവറും കപ്പാസിറ്റിയും അത് ശേഖരിക്കും. Then it goes all the way up to there. അവിടെ പോയി അത് ബേസ്റ്റ് ചെയ്യാണ്. അപ്പോസ്തലനത് അപ്പോസ്തലന് സ്പിരിച്വൽ പൊട്ടൻഷ്യൽസ് വേണം, ഫൈനാൻഷ്യൽ പൊട്ടൻഷ്യൽസ് വേണം. എന്തിന്? അന്നത്തെ കാലത്ത് കപ്പൽ യാത്ര ചെയ്യാണ്. ഒരാൾ ബസ്സും ഫ്ലൈറ്റും ഒക്കെ ഉണ്ട്. അവിടേക്ക് ഒരു സ്വതന്ത്രം പറഞ്ഞ ആരെങ്കിലും ടിക്കറ്റ് കൊടുക്കും? എൻ്റെ ഒരു സ്നേഹിതന് ഈ ഡോക്ടർ അനീഷ് ഷെറോഷ് എന്ന പ്രസിദ്ധനായൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, മരിച്ചുപോയി. അനീഷ് ഷെറോഷ് അത്രയും വലിയൊരു ഒരു പിന്നെ അറബിക് സ്കോളർ ഉണ്ടായിട്ടില്ല. നസ്രയത്തിൽ ജനിച്ച ഒരു അറബാണ്. ഇത്ര തുക്കം കുറവുള്ള മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് പോകണം. ഹീത്രോ എയർപോർട്ടിൽ വന്നു. ഹീത്രോ എയർപോർട്ടിൽ വന്നപ്പം പുള്ളിക്കൻ ആഗ്രഹം, എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിലൊന്ന് യാത്ര ചെയ്താലോ. കൈ പൈസ ഇല്ല. നേരെ എന്നിട്ട് ആ ബ്രിട്ടീഷ് എയർവേസിന്റെ കൗണ്ടറിലിരിക്കുന്ന സ്റ്റാഫിനോട് പറഞ്ഞു,
ഞാൻ വളരെ ഇന്റലിജന്റ് ആയ ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള നല്ല സ്വഭാവമുള്ള എഫിഷ്യന്റ് ഒരു മനുഷ്യനാണ്. അവർ ചോദിച്ചു സോ വാട്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരാള് ഇക്കോണമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് മോശമില്ലേ? സോ യു ബെറ്റർ ഗിവ് മി ആൻ അപ്ഗ്രേഡ് ടു ദി ബിസിനസ് ക്ലാസ്. നീ പറഞ്ഞതിന് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു. I'll sing a song for you. അവിടെ നിന്നിട്ട് അമേസിംഗ് ഗ്രേസ് ഹൗ സ്വീറ്റ് ദ സൗണ്ട് എന്നുള്ള പാട്ട് അറബിക്കിൽ പാടി കേൾപ്പിച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. ആബ്സല്യൂട്ട്ലി ഫാബുലസ്. പാട്ട് തീരെ അവർ ടിക്കറ്റ് മേടിച്ചിട്ട് കീറി കളഞ്ഞിട്ട് അത് അനീശ്വരന്റെ കാര്യത്തിൽ സംഭവിച്ചു. നമുക്ക് ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ പാട്ട് പാടി യാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി ഗോസ്പൽ പ്രതികള് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എത്തിക്കണ്ടേ? ബൈബിൾ സൊസൈറ്റി ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഈ ചെലവിൽ ബൈബിൾ കിട്ടുന്നത്. ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഇതൊന്ന് അടിച്ചു നോക്കിയേ. നമുക്ക് ഈ ചെലവിൽ നമുക്ക് 150, 200, 1000 രൂപയ്ക്ക് ബൈബിൾ കിട്ടത്തില്ല നമുക്ക്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് കിങ്ഡം വർക്കിന്റെ നീഡ് സെർവ് ചെയ്യാനാണ്. The kingdom is not based on finance, but the needs of the kingdom work are to be meted out with finance. ഈ കാര്യം പൗലോസ് 2 രീതിയിലാണ് കൊരിന്ത്യ ലേഖനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്ന്, I'm a laborer. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. മെതിക്കുന്ന കാളയ്ക്ക് മുഖപ്പട്ട കെട്ടരുത്. എന്നിട്ട് ഇത് ദൈവം കാളയെ പറ്റിയാന്ന് പറയുന്നത്. പോലീസ് ഇത് കാളയെ പറ്റിയാന്ന് പറയുന്നത് അല്ലല്ലോ. സോ യു ഷുഡ് നോ ദാറ്റ് യു ഷുഡ് പേ ഫോർ എവറി സർവീസ് യു ഗെറ്റ്. ഇനി അടുത്തത്, ഞാൻ നിങ്ങൾക്ക് ഭൗതികമായ ഒരു സർവീസ് തരുന്നില്ലല്ലോ. തരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭൗതികമായി എൻ്റെ സർവീസിനെ വാല്യൂ ചെയ്യാം. But I give you spiritual service. ഞാൻ ആത്മീയമായി വിതയ്ക്കുക. ആത്മീയമായി വിതയ്ക്കുന്നതിന് നിങ്ങൾക്ക് അങ്ങനെ ഫൈനാൻഷ്യൽ ടേംസിൽ വാല്യൂ ചെയ്യാൻ കഴിയും? പൗലോസ് പറയുന്നത്, even if you give everything that is yours, it still doesn't meet the weight of what I give you in the spiritual realms. എനിക്കുള്ള മുഴുവൻ, നിങ്ങൾക്കുള്ള മുഴുവൻ എനിക്ക് തന്നാൽ പോലും, ഒനേസിമോസിനോട് പറയാ, നീ നിന്നെ തന്നെ എനിക്ക് തന്നാൽ പോലും. ഒനേസിമോസ് വാസ് എ വെരി റിച്ച് മാൻ. സോറി, ഐ മേഡ് എ മിസ്റ്റേക്ക്. എന്റെ Philemon was a very rich man. He was a slave master. He was a tradesman. He was a businessman, a man who belonged to the high category. പറയാ, ഫിലമോനെ, നിനക്കുള്ളത് മുഴുവനും നീ എനിക്ക് തന്നാൽ പോലും ഞാൻ നിനക്ക് തന്നതിന് തുല്യമാകത്തില്ല എന്ന് പറഞ്ഞല്ലെങ്കിൽ പൗലോസ് മേടിക്കുകയാണോ? അല്ല. ഇനി വേറൊരു കാര്യം, കിങ്ഡം വർക്കിന്റെ നീഡ് സെർവ് ചെയ്യുന്നതിന് പൗലോസ് തന്നെ പണം കളക്ട് ചെയ്തു. എങ്ങനെ? നേരത്തെ കത്തെഴുതും, ഞാൻ അങ്ങോട്ട് വരികയാണ്, അവിടെ നല്ല പ്രസംഗമൊക്കെ പ്രസംഗിച്ച് ഐ വിൽ ഗിവ് യു, നല്ല ബൈബിൾ ക്ലാസ് ഒക്കെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് സ്പിരിച്വലായ ഫീഡ് തരാം. ബട്ട് യു ഷുഡ് ഗിവ് മി മെറ്റീരിയൽ ഫീഡ്. എന്തിന്? എനിക്കിത് മേടിച്ചോണ്ട് പെങ്ങളുടെ മോളെ നേഴ്സിങ്ങിന് വിടാൻ വേണ്ടി ഞാൻ നല്ല പറഞ്ഞത്. പിന്നെ എനിക്കിത് മേടിച്ചോണ്ട് സ്പെയിനിൽ പോവാൻ റോമർക്ക് എഴുതുക, ഐ എം കമ്മിങ് ടു മീറ്റ് യു ആൻഡ് ഐ വിൽ ബി spiritually benefiting you, and I must be materially benefited by you, with which I can go to Spain to work. തന്റെ എല്ലാ സഭകളിൽ നിന്നും ധനശേഖരം. എന്തിനെന്നറിയാമോ? യെരുശലേമിലെ സഭ ദരിദ്രമായിരുന്നു, അവർക്ക് വേണ്ടി കൊടുക്കാൻ. യെരുശലേമിലെ സഭ ദരിദ്രമായിരുന്നു, അവർക്ക് വേണ്ടി കൊടുക്കാൻ ധനശേഖരം നടത്തി. 1. 2, ഇതുവരെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്പെയിനിൽ സുവിശേഷം എത്തുന്നതിന് വേണ്ടി പൗലോസ് റോമാക്കാരോട് പണം കളക്ട് ചെയ്തു. അപ്പം
ഏതൊക്കെ കാര്യത്തിന് പൈസ കളക്ട് ചെയ്യാം? ഒന്ന് ഉം. ഒന്ന് അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണാൻ. നമ്മളിപ്പോൾ പ്രപ്പോർഷൻ തെറ്റിച്ചതോ മാമൻ അറിയാമോ? ഉം. നമ്മുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആപ്ലിക്കേഷൻ അയക്കണം. ഏതാ? ഒരു പാവം ഉം. അനാഥയായ വിധവയായ സ്ത്രീ ഉം. അവരുടെ പേഴ്സണൽ ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു കത്തൊക്കെ Application. പ്രിപ്പയർ ചെയ്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ അയക്കണം. ഉം. അവിടെ 3 മാസം കെട്ടിക്കിടക്കും. ഉം. കുഞ്ഞിന് മരുന്ന് മേടിക്കാതെ പൈസയ്ക്ക. ഉം. അത് കഴിയുമ്പോൾ വിദഗ്ധന്മാർ അവിടെ നിന്ന് ആപ്ലിക്കേഷനൊക്കെ പരിശോധിക്കും. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, ഇതൊക്കെ അവർ നോക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് തമ്മിൽ ഒക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കീറിക്കളയും. ഉം. വചനം എന്താ പറയുന്നത്? അവരെ അനാഥരെയും വിധവമാരെ അവരുടെ അവരുടെ സങ്കടം സങ്കടം ചെന്ന് കാണുക. കാണണം. യു ഷുഡ് ഗോ ആൻഡ് മീറ്റ് ദം ദെയർ. ഇതിനാണ് സഭ പൈസ കളക്ട് ചെയ്യുന്ന ഒന്നാമത്തെ റീസൺ. സഭ പൈസ കളക്ട് ചെയ്ത രണ്ടാമത്തെ റീസൺ, സുവിശേഷം എത്തിയിട്ടില്ലാത്ത സുവിശേഷം എത്തുന്നതിന് വേണ്ടി there is money needed. സഭ കളക്ട് ചെയ്യുന്ന മൂന്നാമത്തെ പർപ്പസ്, for the personal needs of the apostles. അപ്പോസ്റ്റൽസിന്റെ പേഴ്സണൽ നീഡ്സ്, സുവിശേഷയുടെ പേഴ്സണൽ നീഡ്സ് അവർ കഞ്ഞി കുടിക്കണ്ടായോ? അവർ ഈ കാലത്തും വേണ്ടി സുവിശേഷം പ്രസംഗിച്ചിട്ട് അവരുടെ വീട്ടുകാർ നടത്തണ്ടായോ? കഞ്ഞി കുടിക്കണ്ടായോ? ഓക്കെ. ആൻഡ് ദ ഫോർത്ത് പർപ്പസ് എന്ന് പറയുന്നത്, ഈ നമ്മൾ ഒരിക്കൽ പ്രസംഗിച്ചതായ വചനം, അത് സീഡാണ്. സീഡ്. ആ സീഡ് വളർന്നു കഴിയുമ്പോൾ ഇനി എന്തോ വേണം? അതിൻ്റെ മെയിൻ്റനൻസ് വേണം. നമ്മൾ വധിച്ചു 6 മാസം കഴിഞ്ഞ് കൊയ്യാൻ ചെന്ന് വെച്ചാൽ നീ കൊയ്യും, ഒരുപാട് കൊയ്യും 6 മാസം കഴിഞ്ഞിട്ട്. ഒന്ന്, അതിന് പ്രൊട്ടക്ഷൻ വേണം, അതിന് സേഫ്റ്റി വേണം, അതിന് മാന്യുവേഴ്സ് വേണം, ഫെർട്ടിലൈസേഴ്സ് വേണം. ഇത്രയും കൊടുത്തില്ലെങ്കിൽ ഈ വയൽ ഉണങ്ങിപ്പോവും. നമുക്ക് കേട്ടോണേ, നമ്മളിപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ഒരുപാട് ദൂരെ പോകും ഉത്തരം എനിക്കറിയാതെ. പക്ഷെ ആൾക്കാർ ഇത്തരം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വഴിയെല്ലാം ദൂരിപ്പോകുന്നത്. ആദ്യം 100% ക്രിസ്ത്യാനികളായി തീർന്ന രാജ്യം സിറിയയാണ്. എണ്ണിപ്പറക്കാൻ ഒരാൾ ഇന്ന് അവിടെ ഇല്ല. രണ്ടാമത്തെ വേൾഡ് ക്രിസ്ത്യൻ രാജ്യമായി തീർന്നത് ഈജിപ്റ്റാണ്. തീർന്നല്ലോ. വേറൊന്ന് സോമാലിയ. ഒരൊറ്റ ക്രിസ്ത്യാനി അവിടെ ഉണ്ടോ? നാലാമത്തെ ബഹ്റീന, മിഡിൽ ഈസ്റ്റ്. എന്താ മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ? ഒന്നുമില്ല. അപ്പോസ്തലന്മാർ പോയി വചനം പ്രസംഗിച്ചു, സഭകൾ ധാരാളമായിട്ടുണ്ടായി, ഭയങ്കരമായിട്ട്. ഇനി ആദ്യത്തെ വേൾഡ് ക്രിസ്ത്യൻ കോൺഫറൻസ് നടന്നത് അന്നത്തെ എഫെസോസിലാണ്, ഇന്നത്തെ ടർക്കി, തുർക്കി. ഒരെണ്ണമുണ്ടോ? ആദ്യത്തെ വേൾഡ് ക്രിസ്ത്യൻ കോൺഫറൻസ് നടന്ന സ്ഥലത്ത് ഇന്ന് ക്രിസ്ത്യാനികളുടെ പോയി എന്താ? സിമ്പിൾ, ഞാൻ ഇത്തരം പറയാം. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. There is labor. There is labor. വേദനയുണ്ട്, അധ്വാനമുണ്ട്. ഇനി ഇതിനെ 20 വയസ്സ് വരെ വളർത്തണം. അതിന് വല്ല വേദനയുണ്ടോ? അതിനുള്ള അധ്വാനമുണ്ടോ? അതിന് കഷ്ടതയുണ്ടോ? പ്രയാസമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം ഈ അമ്മയ്ക്ക് പറ്റത്തില്ല. അമ്മ എന്ത് ശരിയാണ്? വീണ്ടും വീണ്ടും കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടാൻ തയ്യാറാണ്. അപ്പൊ ചേർച്ചിന് പറ്റിയ പ്രോബ്ലം കേട്ടോ, അപ്പോസ്തലന്മാരുടെയും പിതാക്കന്മാരുടെയും കാലത്തിന് ശേഷം 2 സീരിയസ് ആയ പ്രോബ്ലംസ് ഉണ്ടായി. ഒന്ന്, അപ്പോസ്തലന്മാർ വചനം പൊരുൾ തിരിച്ചു കൊടുത്ത
അതേ ഇന്റൻസിറ്റിയിൽ ഉം. വചനം പൊരുൾ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന തലമുറ പിന്നീട് ഉണ്ടായില്ല. ഉണ്ടായിട്ടില്ല. അപ്പോസ്തലന്മാർ അത് ക്രിയേറ്റ് ചെയ്തു, ഉം. സഭാപിതാക്കന്മാരും അത് ചെയ്തു. പക്ഷെ അടുത്ത ജനറേഷനിൽ ആ ആ ആംബിയൻസിലുള്ള ഉം. ശുശ്രൂഷന്മാർ ഇല്ലാതെ പോയി. ഇല്ലാതെ. ഉം. ഉം. രണ്ടാമത്തെ മിസ്റ്റേക്ക്, അപ്പോസ്തലന്മാർ വചനത്തിൽ ഡീപ്ലി റൂട്ടഡ് ആയിരുന്നു. ഉം. അതുപോലെ സഭാപിതാക്കന്മാരും റൂട്ടഡ് ആയിരുന്നു. ഉം. പിന്നെ വന്ന അപ്പോളജറ്റിക്സുകൾ ടു എൻ എക്സ്റ്റെന്റ്. അതിനുശേഷം എന്ത് പറ്റി? വചനമായി പൊരുൾ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഉപദേഷ്ടാക്കൾ. ആളുകൾ ഇല്ലാതെ പോയി. ആളുകൾ ഇല്ലാതെ പോയ കാര്യം എന്താണ്? പൊരുൾ തിരിച്ചു കൊടുക്കാനുള്ള മെറ്റീരിയൽ അവരുടെ ഇല്ലാതെ പോയി. ഉം. നമ്മൾ കോളേജിൽ പഠിപ്പിക്കുമ്പം ടീച്ചിങ് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. യെസ്. ടീച്ചിങ് ബുക്സ് ഇല്ലെങ്കിലോ? റെഫറൻസ് ഇല്ല, ഉം. സംഗതികളൊന്നുമില്ല. ഉം. നമുക്ക് എങ്ങനെ കാര്യം ചെയ്യാൻ കഴിയും? വോണ്ട് ബി ഏബിൾ ടു. അപ്പോൾ പറ്റിയെന്താണ്? ക്രിസ്ത്യാനിറ്റിക്കെതിരായി ഇസ്ലാം വളർന്നപ്പോൾ ഉം. ഇസ്ലാം ഉയർത്തിയ വെല്ലുവിളികളെ അതിനെ നിഷേധിക്കുന്നതിന് അല്ലെങ്കിൽ ചെറുക്കുന്നതിന്, ഫോർ എക്സാമ്പിൾ, ഇസ്ലാം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യേശു ക്രിസ്തു ദൈവമല്ല, സൃഷ്ടിയാണ്. ഇപ്പോഴും പറയാം. എന്താ അവരിങ്ങനെ പറയാൻ കാര്യം? നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ആരാണെന്ന്? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, അല്ലേ? ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിനെ പറഞ്ഞിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും യേശു ക്രിസ്തു ദൈവമാണെന്ന്? താനൊരു സൃഷ്ടിയല്ലയോ? സകല സൃഷ്ടിയുടെയും ആദ്യജാതൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ല, സകല സൃഷ്ടാവിൻ്റെ നല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ദൈവം പണ്ടുപണ്ടേ തന്റെ പ്രവൃത്തികളുടെ ആരംഭത്തിൽ തന്നെ ഉളവാക്കി. ഇതെല്ലാം എന്താ പറയുന്നത്? യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണെന്ന് എന്ന് വേദപുസ്തകം എടുത്തുകൊണ്ട് ആര് മുന്നോട്ട് വരുന്നു? ഇസ്ലാമിക് വേൾഡ് വരുന്നു. നമ്മുടെ പാസ്റ്റർമാരോട് ബബ്ബ അടിച്ചിട്ട് പോലും. എന്തുകൊണ്ടാ ബബ്ബ അടിച്ചിട്ട് പോരുന്നത്? ഇങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഓരോ ഭാഗങ്ങളും ഇസ്ലാം എടുത്ത് നമ്മളോട് വിരൽ ചൂണ്ടുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പാവം ദൈവദാസം വരെ ബബ്ബ ആയിപ്പോയി? കാരണം ഇത്രയേ ഉള്ളൂ, ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഏത് ബൈബിളിൽ? നമ്മളുടെ കക്ഷത്തിലിരിക്കുന്ന ബൈബിൾ ട്രാൻസ്ലേഷനില്. പക്ഷെ എഴുത്തുകാരൻ എഴുതിയ ആദ്യത്തെ ടെക്സ്റ്റിലോ അങ്ങനെയല്ല. ഹയോമെലദ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഹീബ്രുവിനാണെന്നും അതിനർത്ഥം ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്ന അല്ലെന്നും പറയാൻ നമ്മുടെ ശുശ്രൂഷന്മാർക്ക് എന്തുകൊണ്ട് കഴിയത്തില്ല? അങ്ങനെ പറയാൻ അവരുടെ കയ്യിൽ ഒരു എവിഡൻസ് ഇല്ല, ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല, ഒരു റെഫറൻസ് ബുക്ക് ഇല്ല. അവരുടെ കയ്യിൽ റെഫറൻസ് ബുക്ക് ഇല്ല. ഒരു റെഫറൻസ് ബുക്ക് എടുത്തിട്ട് പറയാൻ, ലുക്ക്, ഇന്ന ആധികാരികമായ സ്റ്റഡി ഉണ്ട്, അത് നിങ്ങൾ വായിച്ചോ. ഇത് ട്രാൻസ്ലേറ്റർ വരുത്തിയ മിസ്റ്റേക്കാണ്. ഒറിജിനൽ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പൗലോസ് എഴുതിയ സകല സൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ജനിപ്പിച്ചവൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം പണ്ടുപണ്ടേ തന്റെ പ്രവൃത്തികളുടെ ആരംഭത്തിൽ എന്നെ ഉളവാക്കി എന്ന് പറയുന്നത് എന്നെ ഉളവാക്കി എന്നല്ല, എബ്രായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. ഞാനിപ്പോ 3 എക്സാമ്പിൾ പറഞ്ഞു. ജെനിസിസ് ടു റെവലേഷൻ ഇങ്ങനെ പൊരുൾ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ ദൈവദാസന്മാരുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നിരിക്കട്ടെ.
ഇസ്ലാം ഉയർത്തുന്ന ഈ മുഴുവൻ വെല്ലുവിളികളെയും ആധികാരികമായിട്ട് നമുക്ക് ചെറുക്കാൻ കഴിയുമായിരുന്നു. ആധികാരികമായിട്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും നമുക്ക് ചെറുക്കുവാൻ കഴിയുമായിരുന്നു. അത് പൊരുൾ തിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പൊരുൾ തിരിക്കുന്നുണ്ടല്ലോ, ഇതുപോലെ പൊരുൾ തിരിച്ച ഒരു ബുക്ക് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അന്ന് അവർക്കില്ലായിരുന്നു. ഇല്ലായിരുന്നുകൊണ്ട് 100% ക്രിസ്തീയ രാജ്യം ഇന്ന് സോമാലിയായി മാറി, ബഹ്റൈനായി മാറി, ഈജിപ്റ്റായി മാറി, മറ്റേ ടർക്കിയായി മാറി, സിറിയയായി മാറി. And what is going to happen to India? What is going to happen to America? To Britain? Same thing. കാരണം ബൈബിൾ കോളേജുകൾക്കോ ഈ പണി അറിയത്തില്ല. സായിപ്പിന്റെ തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദവസം പോലും തിരിക്കുന്നില്ല. നമ്മളുടെ കയ്യിലോ ഔട്ട്സൈഡിൽ ഒന്നുമില്ല. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി എൻഡ് റിസൾട്ട്? ദി എൻഡ് റിസൾട്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ തലമുറകൾക്ക് വേദപുസ്തകത്തിൽ നിലനിൽക്കുന്നതിന് വേദവസ്തു പൊരുൾ തിരിച്ചേൽപ്പിക്കാൻ അവർക്ക് ഒരു മാർഗമില്ലാതെ വരും. They become pagans. രണ്ട്, ഈ രാജ്യങ്ങളിലൊക്കെ ബൈബിൾ ഇല്ലാതായതുപോലെ അമേരിക്കയിലും ബ്രിട്ടനിലും ഇന്ത്യയിലും ഒക്കെ ബൈബിൾ ഇല്ലാത്ത ഒരു കാലം ഉണ്ടാകും കർത്താവിന്റെ ഓരോ താമസിച്ചാൽ. That's a serious question we are going to face. Yes. That's a very, very, very serious question we are going to face. എൻ്റെ ചോദ്യത്തിൽ നിന്ന് ഉത്തരം ഒരുപാട് ദൂരം പോയി. ഒരുപാട് ദൂരം പോയി എന്ന് പറയുമ്പോഴും this is something that we should be aware of. What is going to happen to Christianity in the next generation? It's a serious question. It's a very, very, very serious question that we must be aware of. ഞാൻ ഒരുപാട് ദൂരം വന്നുള്ള ഒരു ഇഷ്യൂ പറഞ്ഞാണ് ഇതിന്റെ ആൻസർ അവസാനിപ്പിക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായില്ലെങ്കിൽ ഒരു വളരെ ദാരുണമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ്. കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്ന നിരീശ്വരവാദവും ഡാർവിനിസവുമാണ്. ഇനി വെസ്റ്റേൺ വേൾഡിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഖുറാനാണ്. സ്കൂളിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് ഖുറാനാണ്. ക്രിസ്ത്യാനിറ്റിയെ പറ്റി പരാമർശമുള്ളതൊക്കെ യേശു ക്രിസ്തുവിനെ കളിയാക്കി ബൈബിളിനെ കളിയാക്കുന്ന കാര്യങ്ങളാണ്. ബൈബിളിന്റെ ഒരു മഹത്വം പോലും വെസ്റ്റേൺ വേൾഡിൽ പഠിപ്പിക്കുന്നില്ല. വൺ ഗ്രേറ്റ്നെസ് ഓഫ് ദ ബൈബിൾ. ഗ്രേറ്റ്നെസ് എല്ലാം ആരുടെ? ഖുറാനിലെയും അതിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹിന്റെയും മഹത്വങ്ങളാണ് വർണ്ണിക്കുന്നത്. മൈ ക്വസ്റ്റ്യൻ, ഇതും പഠിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേട്ട് വീട്ടിൽ വന്ന് പേരൻസിനോട് ചോദിക്കുന്നു, അമ്മ നാണ്ട അവര് പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ യേശു ക്രിസ്തു ദൈവമല്ലെന്നും നിങ്ങളുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ നേരെ വിളിച്ച് പാസ്റ്റർ അടുത്ത് കൊണ്ടുവന്നിരിക്കട്ടെ. അപ്പം പാസ്റ്റർക്ക് എന്താ പറ്റും? പുള്ളി ബൈബിളേ പഠിച്ചിട്ടില്ലല്ലോ, പുള്ളി തിയോളജി പഠിച്ചിട്ടിരിക്കില്ലല്ലോ, ബൈബിളൊന്നും സാധനവും പുള്ളി പഠിച്ചിട്ടില്ല. പുള്ളിക്കാനത്തൊരു വാക്യം എടുക്കാൻ അറിയാം, അതിന്റെ ബേസിൽ പ്രസംഗിക്കും. So, what is going to happen to our children? Anybody to save them? നേരെ മറിച്ച് വിശുദ്ധ എബ്രായ ഭാഷയിൽ ഇനി ഗ്രീക്ക് എഴുതിയെടുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതാണ് എൻ്റെ ഒറിജിനൽ. ഈ പറഞ്ഞല്ല ശരി. ഇപ്പോൾ ഒരിക്കലും എൻ്റെ വീഡിയോയുടെ അടിയിൽ താഴെ വന്ന ആൾക്കാർ ഇസ്ലാമിനെ പ്രശംസിച്ചുകൊണ്ടും ബൈബിളിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും ചില കമൻസ് പറഞ്ഞു. ബൈബിളെല്ലാം മാറ്റത്തിരുത്തലാണെന്ന്. അതാ കമൻറ്റ്. ഞാൻ പറഞ്ഞു, ബൈബിളിൽ മാറ്റത്തിരുത്തലുണ്ടാക്കി ഒരു ഭാഗം കാണിക്കാമെന്ന് ചോദിച്ചു. ബൈബിളിൽ മാറ്റത്തിരുത്തലുണ്ടായ ഒരു ഭാഗം, വൺ വേഴ്സ്, ഒരു വേർഡ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ചോദിച്ചു. ഒരു വേർഡ്. 3500 വർഷം പഴക്കമുള്ള ബൈബിളിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ട്. 3500 വർഷം മുമ്പ് എഴുതിയ ബൈബിളിൽ ഈ 3500 വർഷമായിട്ട് എത്ര തിരുത്തൽ ഉണ്ടായിട്ടുള്ളൂ? ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു.
അതൊഴിച്ചാൽ ഒരു തിരുത്തലും ഉണ്ടായിട്ടില്ല. ഉം. ഒരു തിരുത്തലും ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടുന്ന് എന്ത് അധികാരത്തിലാണ് പറയുന്നത്? ബിക്കോസ് ഐ ഹാവ് ദ റിയൽ ഒറിജിനൽ ബൈബിൾ ഇൻ മൈ ഹാൻഡ്. ഉള്ളത് കൊണ്ടും വായിച്ചത് കൊണ്ടും. നമ്മുടെ പാവം ശുശ്രൂഷന്മാരോട് ചോദിച്ചാൽ അത് മാറ്റിത്തിരുത്തി ഇത് മാറ്റിത്തിരുത്തി ഇവർക്കെല്ലാം അറിയാം. ഞാൻ അവരെ കുറ്റം പറയല്ല. മൈ ഹാർട്ട് ഈസ് വിത്ത് ദം. എൻ്റെ ഹൃദയം അവരോടൊപ്പമാണ്. അവരുടെ നിസ്സഹായതയിൽ അവരെ സഹായിക്കാനാണ് ഈ ചാനൽ തന്നെ ചെയ്യുന്നത്. നമ്മൾ ഈ ബൈബിൾ ഇൻസൈറ്റ് എന്ന ഈ ചാനൽ ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാ? നമ്മുടെ ശുശ്രൂഷന്മാരെ അവരുടെ നിസ്സഹായതയിൽ സഹായിക്കാനാണ്. അപ്പൊ ഒന്ന് രണ്ട് കാര്യമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ അത്ര കാട്ടുന്നതാണ് അല്ലേ? But it's a very, very, very serious question we are going to face. Very, very serious question. The Bible is going to face, and our next generation is going to face. Okay, thank you. Okay, sir. Thank you very much for the very detailed explanation, sir. അടുത്ത ചോദ്യം റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്നും ജനിച്ച യേശു. എബ്രായ ലേഖനം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നു എന്ന്. ഇവിടെ ഈ രണ്ട് വാക്യങ്ങൾ നോക്കിയാൽ ഒരു വൈരുദ്ധ്യത കാണുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ എന്നതാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മുമ്പ് പല ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു സീമിംഗ് കോൺട്രാസ്റ്റസ് ഇൻ ദ ബൈബിൾ എന്നുള്ളത്. സീമിംഗ് കോൺട്രാസ്റ്റസ് ബൈബിളിന്റെ ഭാഷയുടെ രീതിയാണത്. ഏത് കോൺട്രാസ്റ്റ് എന്നുള്ളത് ബൈബിളിന്റെ ആലാപന രീതി അങ്ങനെ. ചില കാര്യങ്ങളിൽ വ്യക്തമായ കോൺട്രാസ്റ്റ് ഉണ്ട് താനും. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. മനുഷ്യനാ അല്ലേ? എബ്രായ ലേഖനത്തിൽ അവിടെ പുരോഹിതൻ അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് ഫ്ലഷ് പുരോഹിതനാകുക. മനുഷ്യൻ, ജീവനുള്ള മനുഷ്യൻ, മരിച്ചു പോകുന്ന മനുഷ്യൻ പ്രവാചകനാകുക, പുരോഹിതനാകുക. നോക്കണേ, കോൺട്രാസ്റ്റ് പറയാൻ പോവാ. അഹരോന്റെ സന്തതികൾ പുരോഹിതന്മാരായത് ഏത് പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ലേവി പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ലേവി പൗരോഹിത്യത്തിന്റെ പ്രത്യേകത, പൗരോഹിത്യം കൊടുക്കുമ്പോ തന്നെ അത് നീങ്ങിപ്പോകാത്ത പൗരോഹിത്യം അല്ലെന്നല്ല പറഞ്ഞത്. രണ്ട് കണ്ടീഷൻസിൽ ഈ പൗരോഹിത്യം നീങ്ങിപ്പോകും. ഒന്നാമത്തെ കണ്ടീഷൻ, നിലവിലിരിക്കുന്ന പൗരോഹിതൻ തൻ്റെ മുടി വലിച്ചു പറിക്കുകയോ വസ്ത്രം കീറുകയോ സ്ഥാനവസ്ത്രം വലിച്ചു കീറുകയോ ചെയ്യരുത്. അഥവാ അങ്ങനെ സംഭവിച്ചാലോ ലേവ്യ പൗരോഹിത്യം അന്നുകൊണ്ട് തീർന്നു. അപ്പൊ നീങ്ങിപ്പോകുന്ന പൗരോഹിത്യമാണ്. ലേവിയുടെ മക്കളെല്ലാം മനുഷ്യരായിട്ട് ജനിച്ചത്. ഇവിടെ ദൈവപുത്രൻ ജഡം സംബന്ധിച്ച് ജനിച്ചു. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനായിട്ടല്ല മനുഷ്യനായിട്ട് ജനിച്ചു. പക്ഷെ പൗരോഹിത്യം പ്രാപിച്ചതോ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും നിലനിൽക്കുന്ന പൗരോഹിത്യം. അപ്പൊ ജഡസമുദായം രണ്ടുപേരും ഇരിക്കല. പക്ഷെ രണ്ടുപേരും പ്രാപിച്ച പൗരോഹിത്യമോ? ഒരാൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും നിലനിൽക്കുന്ന പുരോഹിതൻ, നീക്കമില്ല. മറ്റേ ആളുടെയോ നീക്കമുണ്ട്. അപ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ വിസ്തരിക്കുന്ന സമയത്ത് അന്നത്തെ മതകാര്യങ്ങളുടെ പുരോഹിതനായിരുന്ന കയ്യാപ്പാവ് വസ്ത്രം പിടിച്ച് വലിച്ചെങ്കിൽ കീറി രണ്ടായിട്ട്. കയ്യാപ്പാവ് കീറിയതല്ല, കയ്യാപ്പാവിന്റെ കീറിച്ചതാ. എന്തുകൊണ്ട്? ഭൂമിയിൽ ഒരേ സമയം രണ്ട് പൗരോഹിത്യം പാടില്ല. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതൻ ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ പൗരോഹിത്യ ശിക്ഷ ഏറ്റെടുക്കാൻ പോവാം. ഇവിടെ ക്രൂശ കിടന്നുണ്ട്. ക്രൂശല പൗരോഹിത്യം ഏറ്റെടുക്കുന്നത്, ശിശു ഏറ്റെടുക്കുന്നത്.
കാര്യം യാഗം കഴിച്ചുകൊണ്ടേ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റെടുക്കാനൊക്കത്തുള്ളൂ. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും യാഗത്താലല്ല, സ്വന്തം യാഗം കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് സൽഗുണ സമ്പൂർത്തി വരുത്തിക്കൊണ്ട് ക്രൂശിൽ സ്വന്തം ശരീരം യാഗമായി അർപ്പിച്ചു. അവിടുന്ന് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതൻ ചുമതല ഏറ്റെടുക്കാൻ പോവാ. ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഏത് തീരണം? പഴയ പൗരോഹിത്യം തീരണം. പഴയ പൗരോഹിത്യമായ ഏത്? അഹരോന്റെ പൗരോഹിത്യം. ഫിനിഷ്. അപ്പോ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, രണ്ടുപേരും യേശുക്രിസ്തു ജഡ സംബന്ധിച്ച ജഡത്തിൽ വന്ന പുരോഹിതനാണ്. അഹരോന്റെ മക്കളും ജഡത്തില. അവരുടെ പൗരോഹിത്യം നീങ്ങിപ്പോകുന്നതും ഇത് നീങ്ങിപ്പോകാതെ എന്നേക്കുള്ള പൗരോഹിത്യം. I think you got the difference. Yes, sir. So that is a very clear explanation. Thank you very much, sir. അടുത്ത ചോദ്യം 1 തിമോഥെയോസ് 1-ാം അധ്യായം 20-ാം വാക്യം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സന്തരും ഈ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇത് മുമ്പ് പറഞ്ഞ കാര്യം സാത്താനെ ഏൽപ്പിക്കുന്നുള്ളത്. നമ്മളിപ്പം സിമ്പിൾ എക്സാമ്പിൾ നമ്മുടെ രണ്ടുപേരുടെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്താം. ഒരുത്തൻ്റെ ഒരു ഗ്രോസ് മിസ്റ്റേക്ക് നമ്മുടെ കോളേജിൽ കാണിച്ചു. അവൻ കള്ളം കുടിച്ചോണ്ട് വന്ന് ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയെ പിച്ചാത്തിക്ക് കുത്തി. നമ്മളെന്ത് ചെയ്യും? നേരെ പോലീസിനെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവനെ അങ്ങ് ഏൽപ്പിക്കും. ആരുടെ? പോലീസിന്റെ. കാരണം അത്രയും ഗ്രോസ് മിസ്റ്റേക്ക് അവൻ വരുത്തി, അല്ലേ? ഇവിടെ ഈ ഹ്യൂമനിയോസ് അലക്സാണ്ടേഴ്സ് എന്ന രണ്ടുപേരെ പറ്റി വേറെ ഭാഗ്യനോട് പറയാൻ എനിക്കിപ്പോൾ ഇവിടെ നേരമില്ല ഈ വീഡിയോയിൽ. പറയേണ്ട പറ്റുന്നുണ്ട്, വേറെ സമയത്ത് പറയാം. അവര് കാരണമാണ് പൗലോസ് കൊല്ലപ്പെട്ടത്, അറിയാമോ? അവര് കാരണം പൗലോസ് കൊല്ലപ്പെടുന്നത്. അപ്പം ആ സ്റ്റോറി പറയുമ്പോ ഈ വീഡിയോ ഒന്നും തീരത്തില്ല. അത് നമുക്ക് വേറൊരു സമയത്ത് പറയാം. അപ്പം അവരിങ്ങനെ പരദൂഷണം പറഞ്ഞു നടന്നാൽ എനിക്ക് അവരെ തടയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ എന്തു ചെയ്യും? ദൈവത്തോട് പറയും, അവിടുന്ന് എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് I give them over to the devil. നമ്മൾ മുമ്പേ പറഞ്ഞ കോളേജിൽ നമ്മുടെ പ്രൊഫഷണൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ സർ. ഒരു ചെറിയ ചോദ്യം കൂടെ ഈ സെഷനിൽ ചോദിക്കുന്നു. Sir, please explain Jesus Christ at a time 100% God and 100% man of infinite and finite at the same time. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ ദൈവം എന്നുള്ളതിനെ പറ്റിയുള്ള വിശദീകരണമാണ് ചോദിച്ചത്. ഒരു വിശദീകരണം വേണ്ടിയത്, വൺ വേർഡ് ആൻസർ അല്ലാതെ. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. May God bless you all. Thank you once again. Thank you very much. Bye.